ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ടല്ലേ, IDFC ബാങ്കിന്റെ ഫസ്റ്റ് ക്ലാസിക് ക്രെഡിറ്റ് കാർഡാണിത്. 1 ലക്ഷത്തിന് മുകളിൽ ലിമിറ്റ് ഉള്ള ഒരു കാർഡാണിത്. ഇത് നിങ്ങൾക്കും നേടാൻ സാധിക്കും. IDFCന്റെ ഒരു കാർഡ് ലഭിക്കുന്നതുകൊണ്ട് നിരവധി ഗുണങ്ങളാണ് നമുക്കുള്ളത്. ക്രെഡിറ്റ് കാർഡിന്റെ മേന്മകളും അതുപോലെ ക്രെഡിറ്റ് കാർഡ് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്താൽ മതി. അതിനെക്കുറിച്ച് വീഡിയോ നമുക്ക് മുന്നോട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് എങ്ങനെ നിങ്ങൾക്കും നേടാം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആർക്കൊക്കെ ഈ ക്രെഡിറ്റ് കാർഡ് നേടാൻ സാധിക്കും, എന്തൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്, എങ്ങനെ ഇതിനെ അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള നല്ല നല്ല വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും മറ്റ് നിർദ്ദേശങ്ങളും വീഡിയോയ്ക്ക് താഴെ മടിക്കാതെ കമൻറ്റ് ചെയ്യുക. കഴിവിൻ്റെ പരമാവധി വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു IDFC കാർഡിന് വേണ്ടി നമുക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളത്, അതുപോലെ മറ്റു ഡീറ്റെയിലുകളും. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജാബിർ വരിക്കോടൻ. ഫേസ് ടൈം എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമേ ഈ ഒരു കാർഡിൻ്റെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു കാർഡ് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. അഥവാ യാതൊരുവിധ ആനുവൽ ഫീം ഇതിനു വേണ്ടി നമ്മൾ ചാർജ് നൽകേണ്ടതില്ല. സാധാരണ ഒരു കാർഡ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് SBIയുടെ കാർഡൊക്കെ ആണെങ്കിൽ അതിന് 500 മുതൽ 1000, 3000 ഒക്കെ വരെ ഒരു വർഷം നിങ്ങൾ പേയ്മെൻറ്റ് നൽകേണ്ടി വരും, നിങ്ങളുടെ കാർഡിൻ്റെ ചാർജ് നൽകേണ്ടി വരും. പക്ഷേ ഈ ഒരു IDFCയുടെ കാർഡിന് നിങ്ങൾക്ക് യാതൊരുവിധ ചാർജും നൽകേണ്ടതില്ല. അതുമാത്രമല്ല, ഇതിലേക്ക് ജോയിൻ ചെയ്യുന്ന സമയത്തും ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. യാതൊരുവിധ ചാർജും ഇതിന് നൽകേണ്ടതില്ല. അഥവാ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ലൈഫ് ടൈം ഫ്രീ കാർഡാണ്. ഫ്രീ ആയിട്ട് നിങ്ങൾക്കിതിനെ ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ ഇതിൻ്റെ മറ്റു ബെനിഫിറ്റുകളിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ATMൽ നിന്ന് നിങ്ങൾ ക്യാഷ് വിത്ഡ്രോ ചെയ്യുകയാണെങ്കിൽ 45 ദിവസം വരെ, അതൊരു കാർഡിൻ്റെ പേയ്മെൻറ്റ് സമയമാണ്, ആ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യാതൊരുവിധ ചാർജും ഈടാവാതെ, അഥവാ ഇൻട്രസ്റ്റ് ഒന്നും നൽകാതെ തന്നെ ATMൽ നിന്ന് അതിൻ്റെ ക്യാഷ് ലിമിറ്റ് എത്രയുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കും. മറ്റുള്ള ബാങ്കുകൾക്കൊക്കെ ATMന് അതിൻ്റേതായ സർചാർജ് ആവുന്നതായിരിക്കും. പക്ഷേ ഇതിന് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ യാതൊരുവിധ ചാർജും ഈടാവുന്നതല്ല. മറ്റു ബെനിഫിറ്റ് എന്ന് പറയുന്നത് റിവാർഡ് പോയിന്റുകളാണ്. വ്യത്യസ്തമായ രീതിയിലുള്ള റിവാർഡ് പോയിന്റുകളാണ് ഇതിന് ലഭിക്കുന്നത്. ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, എന്ന് വായിച്ചേക്കാം. ഓൺലൈനിൽ നിങ്ങളിതിന് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ, ഒരു കാർഡ് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ 6 മടങ്ങ് റിവാർഡ് പോയിന്റ് നിങ്ങൾക്ക് ലഭിക്കും. അതോടൊപ്പം തന്നെ മന്ത്ലി 20,000-ന് മുകളിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ 10x റിവാർഡ് പോയിന്റ് ആണ്, അഥവാ 10 മടങ്ങ്. അതോടൊപ്പം തന്നെ മറ്റു റിവാർഡ് പോയിന്റ് ഓഫർ എന്ന് പറയുന്നത് നിങ്ങളുടെ ബർത്ത്ഡേയുടെ സമയത്ത് ആ ഒരു ഡേറ്റിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, ഒരു കാർഡിൻ്റെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 10x റിവാർഡ് പോയിന്റ് എക്സ്ട്രാ നിങ്ങൾക്ക് ലഭിക്കും. അഥവാ 10 + 10 20 എക്സ്ട്രാ റിവാർഡ് പോയിന്റുകൾക്കും. ആ റിവാർഡ് പോയിന്റുകൾ എക്സ്പയർ ആവുകയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. മറ്റുള്ള കാർഡുകളിലൊക്കെ ലിമിറ്റഡ് ടൈമുണ്ട്, ആ ടൈം കഴിഞ്ഞാൽ ആ ഒരു പോയിന്റുകൾ എക്സ്പയർ ആകും. പക്ഷേ ഇതിനകത്ത് നമുക്ക് പോയിന്റുകൾ യാതൊന്നും തന്നെ എക്സ്പയർ ആവുന്നില്ല, അതവിടെ സേവ് ആയിട്ട് തന്നെ കിടക്കും. അതിൽ നിങ്ങൾക്ക് റീചാർജ് ചെയ്യുക, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള പർച്ചേസിങ്ങിനൊക്കെ ആ ഒരു പോയിന്റുകൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ മറ്റൊരു ബെനിഫിറ്റാണ് 1% നമുക്ക് ഫ്യൂവൽ സർചാർജ് വൈവറാകും എന്നുള്ളതാണ്. സാധാരണ നമ്മൾ പെട്രോൾ അടിക്കുകയാണെങ്കിൽ ചെറിയൊരു സർചാർജ്, ഇതിന് ഏതൊരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് സർചാർജ് അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. എന്നാൽ 1% നമുക്കതിൻ്റെ സർചാർജ് വൈവാകും. അതോടൊപ്പം തന്നെ നമുക്കിതിന് റിവാർഡ് പോയിന്റുകളും കിട്ടും. അപ്പോൾ ബാക്കി വരുന്ന 4% ഈ റിവാർഡ് പോയിന്റിൽ തന്നെ നമുക്ക് ബെനിഫിറ്റുകൾ നേടാൻ സാധിക്കും. മാത്രവുമല്ല, ഫ്യൂവൽ അടിക്കുന്ന സമയത്ത് മറ്റുള്ള ഓഫറുകളും നമുക്ക് അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ മൂവി ടിക്കറ്റിന് 25% വരെ നമുക്ക് ഓഫറുണ്ട്. Paytm വഴി നിങ്ങൾ മൂവി ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ 25% നമുക്ക് കിട്ടും. അതുപോലെ തന്നെ സൂപ്പർ സേവ് ഇൻട്രസ്റ്റ് റേറ്റ്, അഥവാ 0.75% ഇൻട്രസ്റ്റ് റേറ്റിലൂടെ നമുക്ക് മന്ത്ലി ഇതിൽ നിന്ന് ക്യാഷുകൾ പിൻവലിക്കാൻ സാധിക്കും. 1500-ഓളം റെസ്റ്റോറൻറ്റുകൾ നമുക്ക് 20% ഓഫറുകളുണ്ട്. അതുപോലെ ഇൻഷുറൻസ് പ്രൊട്ടക്ഷനും ഈ ഒരു കാർഡിന് അവൈലബിൾ ആണ്. അഥവാ പേഴ്സണൽ ആക്സിഡൻറ്റ് കവറും അതുപോലെ ലോസ് കാർഡ് ലയബിലിറ്റി കവറും ഈ ഒരു കാർഡിനോടൊപ്പം നമുക്ക് ഇൻഷുറൻസ് ആയിട്ട് ലഭിക്കുന്നുണ്ട്. അതുപോലെ നേരത്തെ പറഞ്ഞു, ലൈഫ് ടൈം ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു കിടിലൻ കാർഡാണിത്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ഇതിനെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സാലറീഡ് പേഴ്സണും അതുപോലെ സെൽഫ് എംപ്ലോയിഡിനും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് നിങ്ങൾക്ക് ഒരു IDFC കാർഡ് ഉണ്ട് എങ്കിൽ ഈ ഒരു കാർഡ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയില്ല. പുതിയതായിട്ട് അപ്ലൈ ചെയ്യുന്നവർക്കാണ് ഈ കാർഡ് ലഭിക്കുക. മറ്റുള്ള ബാങ്കുകളുടെ കാർഡ് ഉണ്ട് എങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് തെറ്റില്ല. അതുപോലെ IDFCയുടെ തന്നെ ഒരു ബാങ്ക് അക്കൗണ്ട് നിങ്ങൾക്ക് ഉണ്ടാവണം എന്നുള്ള യാതൊരുവിധ ആവശ്യവുമില്ല. ഏതൊരെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായാൽ മതി നിങ്ങൾക്ക് IDFCയുടെ കാർഡിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതുപോലെ 21 വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഈ ഒരു കാർഡ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ നേരത്തെ പറഞ്ഞു,
സാലറീഡ് പേഴ്സണും അതുപോലെ സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ ഈ ഒരു കാർഡ് അപ്ലൈ ചെയ്യാം. അതുപോലെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യമായ ഡോക്യുമെൻസുകൾ എന്ന് പറയുന്നത് പാൻ കാർഡ്, ആധാർ കാർഡ് എന്നിങ്ങനെയുള്ളവയാണ്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ താഴെ നൽകിയ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഫോം ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഏറ്റവും മുകളിൽ നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം മൊബൈൽ നമ്പർ, ആധാറുമായി ലിങ്ക് ആയിട്ടുള്ള മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഫുൾ നെയിം, ആധാർ കാർഡിൽ എന്താണ് നൽകിയിരിക്കുന്നത് ആ പേര് ഫുൾ നെയിം നൽകുക. ശേഷം ഇമെയിൽ ID, പിൻകോഡ് നൽകുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് സിറ്റി ബേസിലുള്ള പിൻകോഡ് തന്നെ നൽകുക. അതും അവിടെയുള്ള അഡ്രസ്സും നിങ്ങൾ നൽകണം. കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് കാർഡ് ലഭിക്കണമെങ്കിൽ ഏതെങ്കിലും സിറ്റി ബേസിലുള്ള അഡ്രസ്സും പിൻകോഡും നൽകി അതിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കുന്ന രീതിയിലുള്ള അഡ്രസ്സ് തന്നെ നൽകുക. നിങ്ങളൊരു സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിൽ, സാലറിഡ് ആണെങ്കിൽ റെസിഡൻസ് അഡ്രസ്സ് നൽകുമ്പോൾ സിറ്റി ബേസിലുള്ള അഡ്രസ്സ് തന്നെ നൽകാൻ ശ്രമിക്കുക. അപ്പോൾ അതിനുശേഷം പിൻകോഡ് നൽകുക. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് പിൻകോഡ് നൽകുക. ശേഷം കാണുന്ന ചെക്ക് മാർക്ക് എനേബിൾ ചെയ്ത് കൊടുക്കുക. ചെക്ക് മാർക്ക് എനേബിൾ ചെയ്ത് കൊടുത്തതിന് ശേഷം പ്രൊസീഡ് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്യുക. അതിനുശേഷം ഒരു അഗ്രിമെൻറ്റ് വരുന്നതായിരിക്കും. ഐ അഗ്രി എന്നുള്ള ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്കൊരു OTP വരുന്നതായിരിക്കും. ആ OTP ടൈപ്പ് ചെയ്തതിന് ശേഷം പിന്നീട് ഇതേ രീതിയിലുള്ളൊരു പേജിലേക്ക് എത്തും. ഇവിടെ നിന്ന് പാൻ കാർഡ് നമ്പർ നൽകുക. അതിനുശേഷം നിങ്ങളുടെ ജെൻഡർ ഏതാണ് അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ അഡ്രസ്സ് നൽകുക. അഡ്രസ്സ്, പിൻകോഡ് നേരത്തെ പറഞ്ഞു സിറ്റി ബേസിലുള്ള അഡ്രസ്സും പിൻകോഡ് തന്നെ നൽകാൻ ശ്രമിക്കുക. അതിനുശേഷം പ്രൊസീഡ് നൽകി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഇതേ രീതിയിലുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും ലഭിക്കുന്നത്. ഒക്കുപ്പേഷൻ എന്നുള്ള ഭാഗത്ത് നിങ്ങൾ സെൽഫ് എംപ്ലോയിഡ് ആണോ അതല്ലെങ്കിൽ സാലറീഡ് ആണോ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം കമ്പനി നെയിം, സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിൽ കമ്പനി നെയിം, അതല്ലെങ്കിൽ സാലറീഡ് ആണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നൽകുക. ശേഷം മന്ത്ലി ഇൻകമ്മിങ് എത്രയാണോ അതുള്ളത് നൽകുക. ഒരു 50 60 നിങ്ങൾക്ക് എങ്ങനെയാണോ ഉള്ളത് അതിനനുസരിച്ച് നൽകുക. അതിനുശേഷം നിങ്ങൾക്ക് ഓൾറെഡി ഏതെങ്കിലും കാർഡുണ്ടോ എങ്കിൽ ഇവിടെ ചോദിക്കുന്നതായിരിക്കും. കാർഡുണ്ട് എങ്കിൽ എനേബിൾ ചെയ്ത് കൊടുക്കുക. കാരണം അത് ബേസായിട്ട് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ കാർഡ് ലഭിക്കാൻ സാധ്യതയുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ടുള്ള ലിമിറ്റുള്ള കാർഡ് ഏതാണോ അതിൻ്റെ ഡീറ്റെയിൽസ് നൽകുക. അതിനുശേഷം കണ്ടിന്യൂ എന്നുള്ള ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാർഡ് പ്രോസസ്സിംഗ് ആരംഭിക്കുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ബാക്കിയുള്ള പ്രോസസ്സിംഗ് കാണിക്കുന്നതായിരിക്കും. അതിനുശേഷം വീഡിയോ KYC ചെയ്യുക. വീഡിയോ KYC ആണെങ്കിൽ വീഡിയോ KYC, അതല്ലെങ്കിൽ അതിൻ്റെ എംപ്ലോയെ നിങ്ങളേക്ക് അയച്ചുകൊണ്ട് KYC ചെയ്യുന്ന രീതിയുമുണ്ട്. നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് അത് സെലക്ട് ചെയ്യാം. വീഡിയോ KYC ആയിരിക്കും ഏറ്റവും എളുപ്പം. വളരെ സിമ്പിളായിട്ട് വീഡിയോ KYC ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് കാർഡ് 20 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിൻ്റെ മെസ്സേജും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് IDFC കാർഡ് നിങ്ങൾക്ക് ഇതേ രീതിയിൽ അപ്ലൈ ചെയ്യാം. ആവശ്യമുള്ളവർക്ക് ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അപ്ലൈ ചെയ്യാം. വളരെ സിമ്പിളായിട്ട് ആർക്കും നേടാൻ സാധിക്കുന്ന ഒരു കാർഡാണ്. വളരെയേറെ ബെനിഫിറ്റുള്ള കാർഡുകളുമാണ്. മാത്രവുമല്ല ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നിരവധി ഓഫറുകളും നമുക്ക് ഇതിൽ ലഭ്യമാണ്. അതുകൊണ്ട് IDFCക്ക് വേണ്ടി ഒരു കാർഡ് നിങ്ങൾ അപ്ലൈ ചെയ്യണമെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. മറ്റുള്ളവർ ചെയ്യാൻ ശ്രമിക്കുന്നവരുണ്ടെങ്കിൽ അവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തെടുക്കുക. അപ്പോൾ എന്നാലും പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക.